ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഒരു സെയിലല്ല. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിപ്പോൾ ഏകദേശം 6Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4K ഉള്ളപ്പോഴാണ് നമ്മളിതുപോലെ നമ്മുടെ കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായത്. അതിനുശേഷം ഇതുവരെ അങ്ങനത്തെ ഉള്ള വീഡിയോസൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അത് ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരുപാട് പേർ പുതിയതായിട്ട് വന്നു ചേർന്നവരുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും പലർക്കും അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയവർക്ക് വേണ്ടിയിട്ടും കൂടി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന രീതി എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് പലരും നമുക്ക് മെസ്സേജ് ഇടുകയും അവർക്ക് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ചില കസ്റ്റമേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ വീഡിയോ വരുന്നത് നോക്കിയിരിക്കും. കാരണം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വീഡിയോ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കാർട്ട് വിസിറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവർക്കറിയാം ഞാൻ ഈ സ്റ്റോക്ക് വരുന്ന ദിവസം തൊട്ട് കാർട്ട് അപ്ഡേഷൻ തുടങ്ങും എന്നുള്ള കാര്യം. അപ്പോൾ ചില വെറൈറ്റീസ് ഒന്നും നമുക്ക് ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ സെയിലാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വെറൈറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എപ്പോഴും കാർട്ട് നോക്കുകയും അവർ ഈ ഒരു വെറൈറ്റി പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അത്. പക്ഷേ നമുക്ക് പിന്നെ വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു രീതി കൂടി നമുക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് ചിലപ്പോൾ. അത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള റോസ് പാടങ്ങളെ കാണിച്ചും നമുക്ക് മുന്നേ വന്നിട്ടുള്ള റോസ് ചെടികളെ കാണിച്ചും നമ്മുടെ മനസ്സിനൊരു സന്തോഷം, എനിക്ക് ഒരു സന്തോഷമാണ് അങ്ങനെയുള്ളൊരു പാട്ടും നമ്മുടെ ഈ നല്ല സുന്ദരമായ മനോഹരങ്ങളായ ഈ പൂക്കാഴ്ചകളും കാതിനിമ്പമായ കുറച്ച് പാട്ടുകളൊക്കെ ചേർത്ത് എനിക്ക് എൻ്റെ വോയിസ് ഇടുന്നതിനേക്കാളും ഇഷ്ടം ഷോർട്ട് വീഡിയോസിൽ പാട്ടിടുന്നതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇട്ട് ഇറങ്ങുമ്പോൾ പല കമൻസുകളും കാണാറുണ്ട്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഹിന്ദി പാട്ടുകളൊക്കെ ഭയങ്കര ആരാധകരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു പാട്ടും പൂക്കളും കൂടി മിക്സപ്പ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ പലരും അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കിടും, ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. മിക്കതും അത് ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് വന്ന പൂപ്പാടങ്ങളായിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസിൻ്റെ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നമ്പർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഷോർട്ട് വീഡിയോയുടെ സ്ക്രീനിൽ നമ്മുടെ നമ്പർ ഉണ്ടാകും. പക്ഷേ വെറും നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദത്തിന് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോസിൽ ഞാൻ നമ്പർ ഇടുകയുണ്ടാകത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുവിധപ്പെട്ടവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എനിക്കങ്ങനെ സ്ക്രീൻഷോട്ട് അങ്ങനെ വരാറില്ല. കാരണം അവർക്കറിയാം ഇത് സെയിൽ വീഡിയോ അല്ല എന്നുള്ള കാര്യം. നമ്മുടെ വീഡിയോ എന്തോ ആകട്ടെ, അതൊരു ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൽ ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തരം പറയുകയാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല പാട്ടാണെങ്കിലോ ഏതോ ആവട്ടെ, ലോങ് വീഡിയോ ആവട്ടെ സെയിൽ വീഡിയോ ആകട്ടെ, അത് കാണാനായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ നോക്കുന്നവരുണ്ട്. ഹാദിയയുടെ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടും എല്ലാം ഇടുന്നതാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയാറുള്ള, എന്നാൽ ഈ അടുത്തിറങ്ങിയ 2-3 വീഡിയോസിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു, ഞാനത് ഓക്കെ പറഞ്ഞു, ഇത്രാം തീയതിക്കുള്ളിൽ അയക്കാം അല്ലെങ്കിൽ ഇത്രാമത്തെ ദിവസത്തിനുള്ളിൽ അയക്കാം. അതായത് ഒരു ദിവസം, ഒരാഴ്ച, തിങ്കൾ ടു വ്യാഴമാണ് നമുക്ക് പാക്കിംഗ് ഉള്ളത്. ഈ വ്യാഴത്തിനുള്ളിൽ അയക്കാം. വ്യാഴം രാത്രി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ വ്യാഴം വരെ അയക്കാമെന്ന് പറഞ്ഞിട്ട് വ്യാഴം വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളെനിക്ക് പ്ലാൻസ് അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുമ്പോൾ അന്നേ ദിവസം നമ്മൾ രാത്രി ആയിരിക്കും ചിലപ്പോൾ ഈ അപ്ഡേഷൻ മെസ്സേജസ് കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദിവസം രാത്രി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതേ ദിവസം കിട്ടിയില്ല, ആ രാത്രി വരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്നോട് ചോദിക്കാം പ്ലാൻസ് അയച്ചിട്ടില്ലല്ലോ എന്നുള്ള വിവരം. അതല്ലാതെ പ്ലാൻസ് ഓർഡർ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പിറ്റേന്ന് തൊട്ട് അയച്ചോ, എന്നാണ് അയക്കുന്നത്, നാളെ അയക്കുമോ, ഇന്ന് അയക്കുമോ, ഇന്നലെ അയക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മെസ്സേജ് ആ ഒരു ഓർഡറിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ എഴുതിയെടുക്കുന്ന ആ ഒരു സമയം ഒരുപാട് കൂടും. കാരണം നമ്മൾ മാനുവലിയാണ് അഡ്രസ്സുകളെല്ലാം എഴുതിയെടുക്കുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മുടെ ചാറ്റ് നിന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിങ്കൾ ചൊവ്വയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് അയച്ചു എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് ഈ അടുത്ത വീഡിയോസിലൊക്കെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു സംഗതിയാണ്.
സാധാരണ കോമ്പോസ് ഇടുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ കോംബോ വീഡിയോയിലും നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് കുറവാണ് ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്. എന്നിരുന്നാലും ചില പുതിയ കസ്റ്റമേഴ്സും ചിലപ്പോൾ നന്നായി അറിയാവുന്നവരും ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് എന്നാണ് അയക്കുന്നത്, അയച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെനിക്ക് സത്യം ഞാൻ എപ്പോഴും തുറന്നു പറയാറുണ്ട്, എനിക്കത് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുടെ ആ ഒരു റിഥം അവിടെ തീരുകയാണ്, നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു ചാറ്റ് മേളിൽ പോകുന്നതോടുകൂടി ആ ഓർഡർ അന്നേരം നമുക്ക് അയക്കാൻ പറ്റും. അതിൻ്റെ കാലതാമസത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെനിക്ക് ചോദിക്കുകയാണ് എന്താണ് പ്ലാൻസ് അയക്കാത്തതെന്ന്. പക്ഷേ അതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് അതിൻ്റെ കാരണം അറിയാൻ പറ്റും. അത് നമ്മുടെ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഫോളോ ചെയ്യുക. അത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാരണം സംഭവിക്കുകയാണ്. എന്തെങ്കിലും ഒരു അവധി പെട്ടെന്ന് വരികയാണ്. അപ്പോൾ ഒരു ബുധനാഴ്ച ഒരു അവധി വരികയാണെങ്കിൽ നമുക്ക് തിങ്കൾ മാത്രമേ നമുക്ക് അയക്കാൻ കഴിയുകയുള്ളൂ. അതും ചൊവ്വ കിട്ടുന്ന ഏരിയകൾ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റൂ. ആ ആഴ്ച പിന്നെ നമുക്ക് ഒരു പാക്കിങ് നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും സെർച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കില്ല, ഈ ആഴ്ച അയക്കില്ല എന്ന് പറയാനായിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിന്തിച്ചാൽ മനസ്സിലാകും. നമുക്ക് ഒന്നും രണ്ട് മെസ്സേജസ് അല്ല ഫോണിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇതിങ്ങനെ പറയും, ഇന്ന കാരണം കൊണ്ട് പ്ലാൻസ് അയക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ദയവായി നമ്മുടെ പ്ലാൻസ് ഓർഡർ ചെയ്തിരിക്കുന്നവർ നമ്മുടെ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് നിങ്ങളുടെ പ്ലാൻസ് അയക്കുന്നില്ല എന്നുള്ള അപ്ഡേഷൻ അവിടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് കണ്ണൂരും കാസർഗോഡും ഉള്ളവരൊക്കെ വളരെ ടെൻഷൻ അടിച്ച് പറയാറുണ്ട്, ഇന്ന ദിവസം അയക്കല്ലേ, ഇന്ന ദിവസം അയച്ചാൽ ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതെല്ലാം. നമ്മുടെ കൂടെ നിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ കണ്ണൂർ തൊട്ട് കാസർഗോഡ്, വയനാട് എന്നുള്ള ഒരു 3 ജില്ലകൾ, കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലും തേർഡ് ഡേ ആണ് ചിലപ്പോൾ എത്താറുള്ളത്. നമ്മളിവിടെ കൊല്ലത്ത് നിന്ന് അയക്കുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിൽ 3-ാമത്തെ ദിവസമാണ് പ്ലാൻസ് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ മാത്രമാണ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്ലാൻസ് അയക്കാറുള്ളൂ. അതുപോലെ കോഴിക്കോട് നമ്മൾ വ്യാഴം അയക്കാറുണ്ട്. കാരണം വ്യാഴം അയച്ചിട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച കിട്ടും. ഇൻ കേസ് വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ശനിയാഴ്ച കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ കണ്ണൂർ അങ്ങനെയല്ല. കണ്ണൂർ തൊട്ട് വ്യാഴാഴ്ച അയച്ച് വെള്ളിയാഴ്ച കിട്ടില്ല, ശനിയാഴ്ചയേ കിട്ടൂ എന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാൽ ശനിയാഴ്ച കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആ പാക്കറ്റ് അതേപോലെ അവിടെ കിടക്കും. എന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ 3 ജില്ലകളിലേക്ക് ബുധൻ വരെയാണ് നമുക്ക് പാക്കിംഗ് ഉള്ളത്. പിന്നെ ഔട്ട്സൈഡ് കേരള നമുക്ക് പാക്കിംഗ് ഉള്ളത് തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ, ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ്. മിക്കവാറും മാക്സിമം നമ്മൾ തിങ്കളാഴ്ച മാത്രമാണ് ഈ തമിഴ്നാട്, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്ലാൻസ് അയക്കാറുള്ളത്. എന്ന് മാത്രമല്ല, നമ്മൾ എന്നാണോ അയക്കുന്നത് നമ്മൾ അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് രാത്രിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾ ഏതിലാണോ എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് അതേ നമ്പറിൽ പ്ലാൻസ് ഇന്ന് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജും വരുന്നതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം അടുത്തത് ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് പ്രത്യേകമായി കേൾക്കേണ്ടത് എൻ്റെ നാട്ടിലുള്ളവർ, അതല്ലെങ്കിൽ എൻ്റെ ജില്ലയിലുള്ളവർ, കൊല്ലം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പ്ലാൻസ് എടുക്കാം എന്ന് ചിന്തിക്കുന്നവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും വിട്ടുപോകും. ഇപ്പോഴത് പറയാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ വീടിനടുത്തുള്ളവർ, അതല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തിനപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവർ ഒരുപാട് പേർ റോസ് ലവേഴ്സായിട്ടുണ്ട്. എൻ്റെ കോൺടാക്ട്സിലുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവർ എല്ലാം എന്നോട് ചോദിക്കാറുണ്ട്, ഹാദിയ ഞാൻ നേരിട്ട് വന്നോട്ടെ, എനിക്ക് നേരിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംഗതി. അത് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമുള്ളത്, എൻ്റെ വീട്ടിലോട്ടാണ് വരട്ടെ എന്ന് ചോദിക്കുന്നത്. എൻ്റെ വീട്ടിലോട്ട് ഒരാൾ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരണ്ട എന്ന് പറയുന്ന ഒരു രീതി എനിക്കില്ല. പക്ഷേ നിങ്ങളുടെ പ്ലാൻസ് എടുക്കാൻ വരുമ്പോൾ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും അതെനിക്ക് ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഇതൊരു ഹോം ഗാർഡനാണ്. ഹോം ഗാർഡൻ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു നഴ്സറി അല്ല ഇത്. നഴ്സറി അല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സൗകര്യത്തിന് നമ്മുടെ ഒരു സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മളൊരു സൗകര്യപ്രദമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വരുന്നു, ഇത് അവിടെ ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഓർഡർ വരുന്നതിനനുസരിച്ച് അവിടുന്ന് ഇവിടുന്നും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അയച്ച് തീർക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ അയച്ച് തീർക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് മാറ്റി കഴിയണം. നമുക്കിവിടെ സ്ഥലപരിമിതിയുണ്ട്, അത് ഇവിടെ നിന്ന് മാറ്റണം. അതുപോലെ റോസുകൾ ഒരുപാട് നാൾ ഇരിക്കാനും പാടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ചീത്തയായി പോവും എന്നുള്ളതുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും മറ്റ് ഏരിയാസിലും ഒന്നും നമുക്ക് പ്ലാന്റ്സ് വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബാക്കിലും സൈഡ് ഏരിയയിലും ഒക്കെയാണ് നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാം വെറൈറ്റി എവിടെല്ലാം ഇരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നോട് ചോദിക്കുന്നു ആദ്യം ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ശരി വന്നോളൂ എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ തിങ്കൾ തൊട്ട് വ്യാഴം വരെ രാവിലെ ഒരു 9 മണി തൊട്ട് 3:30 മണി വരെ നമ്മൾക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള ടൈം ഉണ്ടാവത്തില്ല. ഉച്ചയ്ക്ക് മാത്രം, ചില ദിവസങ്ങളിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും 3 മണിയാകുമ്പോഴായിരിക്കും കഴിക്കുന്നത്. അത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ DTDCക്കാർക്ക് പെട്ടെന്ന് ഈ സംഭവം കൊടുത്താൽ മാത്രമാണ് അവർക്കത് അടിച്ച് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുകയും വേണം. 3:30 കഴിയുമ്പോഴത്തേക്ക് അവരുടെ വണ്ടി വരും, അപ്പോൾ അതിനകത്ത് കയറ്റി വിടുകയും വേണം. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ ഇടതടവില്ലാതെ ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ ഉദ്ദേശിച്ച അത്രയും അയച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനും എനിക്കൊരു സഹായി, ഒരു സ്റ്റാഫ് ഒരാളും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം പ്ലാൻസ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും. ഓരോരോ പ്ലാൻസ് ഇത്ര പേർക്ക് ഇത്ര എന്നുള്ളതെല്ലാം നോക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് നമ്മളിത് മണ്ണഴിച്ച് പാക്ക് ചെയ്ത് അന്നേ ദിവസം പാക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പാക്ക് ചെയ്യുന്ന ദിവസമാണ് ഇതിനെ കവറിൽ നിന്ന് എടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ തലേ ദിവസം എടുത്ത് വയ്ക്കുമോ? അങ്ങനെ നമ്മൾ റോസ് ഒരിക്കലും ചെയ്യാറില്ല. അങ്ങനെ പാക്ക് ചെയ്ത് ഒരാൾ അഴിച്ച് വയ്ക്കുന്നു, എടുത്തുകൊണ്ട് വന്ന് പാക്ക് ചെയ്യുന്നു, ഞാൻ അഡ്രസ്സ് എഴുതി ഒട്ടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം തന്നെ രാവിലെ പോയി തലേ ദിവസം എടുത്ത് വെച്ച പ്ലാൻസ് വീണ്ടും ചെക്ക് ചെയ്യുന്നു, ഇത്ര ഉണ്ടോ ഏതൊക്കെയുണ്ട് എന്നുള്ളത്. വീണ്ടും അത് പാക്ക് ചെയ്യാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുന്നു ഇത്ര എണ്ണം ഉണ്ടോ. ഇതേപോലെ ഒരുപാട് ക്രോസ് ചെക്കുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്കറ്റിലാക്കുന്നത്. അതുപോലെ അഡ്രസ്സ് മാറാതെ ഒട്ടിക്കാനും ഓരോന്നിൻ്റെയും വെയിറ്റും ചിലപ്പോൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 2 പേർ ഒന്ന് ചേർന്ന് ചെയ്യുന്ന ഒരു സംഗതിക്കിടയിലേക്ക് നിങ്ങളൊരു കസ്റ്റമർ വരിക എന്ന് പറയുമ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു 30 പാക്കറ്റ് അയക്കേണ്ട സമയത്ത് ഒരു കസ്റ്റമറെ മാനേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അന്നേ ദിവസത്തെ ഒരു പണിയും പിന്നീട് നടക്കത്തില്ല. എന്ന് മാത്രമല്ല, അന്ന് ചിലപ്പോൾ തിങ്കളാഴ്ചയായിരിക്കാം, ചൊവ്വാഴ്ചയായിരിക്കാം, കണ്ണൂരോ കാസർഗോഡോ അയക്കേണ്ട പാക്കറ്റ്സ് എനിക്ക് അവിടെ ഉണ്ടാകാം. നിങ്ങളൊരാൾ എൻ്റെ അടുത്ത് വരികയാണ്, ഞാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഒരാൾ വീട്ടിൽ വരുന്നത് മാത്രമല്ല, എൻ്റെ കസ്റ്റമറാണ് നിങ്ങൾ. നിങ്ങളുടെ കൂടെ എനിക്ക് സമയം ചിലവഴിക്കണം, നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളെ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത് അതെല്ലാം എടുത്തു തരണം, അത് കാണിച്ചു തരണം, ഇന്ന വെറൈറ്റി ഏതാണെന്ന് പറഞ്ഞു തരണം. ഇതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ പാക്കറ്റ് അയക്കേണ്ട സമയം അവിടെ കഴിയുകയാണ്. അപ്പോൾ കണ്ണൂരുള്ളൊരു കസ്റ്റമറാണെങ്കിൽ അന്ന് ബുധനാഴ്ചയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പാക്കറ്റ് പിന്നെ എനിക്ക് അതും കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച മാത്രമേ വിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ പിറകിലുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തിങ്കൾ തൊട്ട് വ്യാഴം വരെ എൻ്റെ വീട്ടിലോട്ട് നിങ്ങളാരും വരരുതേ എന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്നേ ദിവസം വരല്ലേ. അപ്പോൾ അവർ ചോദിക്കുക, എന്നാൽ ശരി ഞങ്ങൾ അതിന് ശേഷം വന്നാലോ എന്ന് ചോദിക്കും. അതിന് ശേഷം വരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ അന്നേ ദിവസം 3:30 മണി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്, അകത്തെ ജോലികളിലേക്ക് കടക്കുന്നത്. അതുപോലെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയം, അങ്ങനെ അതിൻ്റെ എല്ലാം കാര്യങ്ങൾക്ക് മുമ്പേ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവാം. എന്നിരുന്നാലും ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ വന്നോട്ടെ, എടുത്തോട്ടെ, പ്ലാൻസ് എടുത്തോട്ടെ എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ശരി എടുത്തോ, വന്നോളൂ, ഞങ്ങൾ വേഗം തന്നെ പൊക്കോളാം എന്നൊക്കെ പറയും. എൻ്റെ അടുത്തുള്ള ഓരോരോ പേരും എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഞാൻ DTDC വഴി അയച്ചു തരാമെന്നാണ് ഞാൻ പറയാറുള്ളത്.
അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വരികയാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പ്ലാൻസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് ഈ ഒരു റോസ് വേണം. അപ്പോൾ അതല്ലെങ്കിൽ അപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേബി പാരഡൈസാണ്, എനിക്ക് ഈ ഒരു റോസ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ ഒന്നെടുക്കുന്നു, അടുത്തെടുക്കുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നമ്മളൊരു നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്ലാന്റ് എടുത്ത് നോക്കും, അതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ നോക്കും. അതല്ലെങ്കിൽ ഇതല്ലേ കുറച്ചുകൂടി നല്ലത്. ആരായാലും അങ്ങനെ തന്നെയാണ്, ഞാനായാലും അങ്ങനെ തന്നെയാണ്. എവിടെ ചെന്നാലും ഇതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്കിവിടെ അതിനകത്ത് എനിക്ക് തീരെയും താല്പര്യമുള്ളൊരു സംഗതിയല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ മറ്റെവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും എനിക്കത് ഇവിടെ ഒരാൾ വന്ന് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഞാനിവിടെ ചെയ്യുന്നത് മെയിനായിട്ടും ഓൺലൈനായിട്ടുള്ള ഒരു സെയിലാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓൺലൈനായിട്ട് എൻ്റെ അടുത്ത് പ്ലാൻസ് ഓർഡർ ചെയ്ത് വെച്ചാൽ എൻ്റെ കസ്റ്റമേഴ്സിനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ അവർക്ക് പ്ലാൻസ് നല്ലത് അയച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അവരെനിക്ക് പ്ലാൻസ് ഏതാണെന്ന് കാണുക പോലും ചെയ്യാതെ എനിക്ക് ഓർഡർ തരുന്നത്. അപ്പോൾ എന്നോടുള്ളൊരു വിശ്വാസം എനിക്ക് അവരോട് തിരിച്ചൊരു കമ്മിറ്റ്മെൻ്റായിട്ട് ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് ഇവിടുന്ന് ഏറ്റവും നല്ല പ്ലാൻസ് എടുത്തുകൊണ്ട് പോവുകയാണ്. അടുത്ത ആൾ വന്നിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും നല്ലത് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിന് ഇവരെല്ലാം എടുത്തിട്ട് ബാക്കി വരുന്ന തിരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാൻസാണോ ഞാൻ എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കേണ്ടത്? എനിക്ക് ആ ഒരു വിഷയത്തിൽ, അതായത് ഡയറക്റ്റ് സെയിലിന് താല്പര്യമില്ല, ദയവേത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിലും എൻ്റെ സമയത്തിനനുബന്ധിച്ചും ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. ഇങ്ങനൊരു വിഷയം കൂടിയുണ്ട്. അവർ എൻ്റെ അടുത്ത് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നത് പ്ലാൻസ് കണ്ടിട്ടില്ല, എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഹാദിയ എനിക്ക് നല്ല പ്ലാൻസ് അയച്ചു തരും, അല്ലെങ്കിൽ ഹാദിയാത്ത എനിക്ക് നല്ല പ്ലാൻസ് അയച്ചു തരുമെന്ന് പറഞ്ഞ് ഓരോരുത്തരും എനിക്ക് പ്ലാൻസ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഓരോരുത്തർ നേരിട്ട് വന്നിട്ട് നല്ലത് എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് ബാക്കി അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഗതി എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങൾ കൊണ്ടും, ഇത് ഒരു മെയിൻ കാര്യം, പിന്നെ ഇതേപോലെ ആദ്യം പറഞ്ഞതുപോലത്തുള്ള പല കാര്യങ്ങൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് പേരല്ല, ഒരു വിരലിലെണ്ണാവുന്ന അത്ര പേര് ഇവിടെ വന്ന് എടുക്കാറുണ്ട്, പ്ലാൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ല, അങ്ങനെ വരുന്നില്ല. വന്നാലും എനിക്കിപ്പോൾ അതിനുള്ളൊരു ടൈമും ഇല്ല. ഇപ്പോൾ ഇതിന് മുന്നേ, ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മുന്നേ ഇവിടെ ഒരു കസ്റ്റമർ വരികയുണ്ടായി. കൊല്ലത്തു നിന്നാണ് വന്നത്. അപ്പം ഇവരാദ്യമേ പ്ലാൻസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ 2 റോസ് എന്തോ ആണ് ഓർഡർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഒരു വണ്ടി വന്ന് പുറത്ത് നിന്ന് ഗേറ്റ് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്. ഞാനപ്പോൾ ഓർത്ത് ഞാൻ എവിടെ പേര് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞാനിവിടെ പ്ലാൻസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ 2 പ്ലാൻസാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരുടേത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയക്കാൻ വേണ്ടിയിട്ട്, പിറ്റേന്ന് അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനത് അയക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വന്നതാണോ? അപ്പോൾ എന്നോട് ചോദിച്ചില്ല, അവരൊന്നും പറഞ്ഞില്ല, നേരിട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മളോട് പറയുകയോ ഒന്നും ചോദിക്കുകയോ ചെയ്യാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെ നിന്നു. വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ടാണ് വൈകുന്നേരം ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു. അവരോരോ ചെടികൾ എടുക്കുന്നു, വെക്കുന്നു, അത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട പറയുന്നു. അവസാനം അവർക്ക് എടുത്തു വെച്ച ചെടി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ, അത് കൂടാതെ മറ്റു ചെടികൾ എടുക്കുകയാണ്. അപ്പോൾ എല്ലാം നോക്കിയും തിരിച്ചും മറിച്ചും എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സമയമെടുത്ത് നമ്മൾ വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ അവരോട് നിൽക്കുകയാണ്. കുറേ അധികം സമയമെടുത്ത് അവർ ഏതൊക്കെയോ 2-3 ചെടികൾ സെലക്ട് ചെയ്ത് വെച്ചു. കൂട്ടത്തിൽ നേരത്തെ അവർ ഓർഡർ ചെയ്ത് വെച്ചിരുന്ന പ്ലാൻസ് കൂടി ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ അവർ അത് ഒന്ന് നോക്കിയിട്ട് ഇത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇതെല്ലാം എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സെയിം റോസ്, ഇത് ബോണിക്ക റോസാണ് അന്ന് ഓൺ റൂട്ട് ബോണിക്ക റോസ് നമുക്കന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ആ സെയിം റോസ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു കസ്റ്റമർക്ക് അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റ്
എടുത്തിട്ട് അവർക്ക് കൊടുത്തതിൽ കുറച്ച് ചെറുത് എന്നത് തോന്നിയത് അവർ ആ കസ്റ്റമറുടെ പ്ലാന്റിൻ്റെ കൂട്ടത്തിലേക്ക് വെച്ചു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെന്താണ് ചെയ്തത്? ഞാനതിന് കൂട്ട് നിന്നാൽ എന്താണ് എനിക്കതിന് കൂട്ട് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അതൊരാൾക്ക് എടുത്തു വെച്ചതാണ്. എനിക്ക് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. ഒരു വീട്ടിൽ വരുന്ന ഒരാളോട്, എന്നെക്കാളും മുതിർന്ന ആളാണ്, നല്ല മുതിർന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് അവർ വന്നിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി ഒരിക്കലും ഒരാളും എൻ്റെ വീട്ടിൽ പ്ലാൻസ് എടുക്കാൻ വരരുത്. എൻ്റെ കസ്റ്റമേഴ്സിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ ബിസിനസ്സിൻ്റെ എത്തിക്സ്, ഇതെല്ലാം അവിടെ തീരുകയാണ് ചെയ്തത്. ഞാൻ എടുത്തു വെച്ചൊരു സംഗതി, വേറൊരാൾക്ക് എടുത്തു വെച്ചൊരു സംഗതി എടുത്ത് എനിക്ക് സ്വന്തമാക്കി പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കസ്റ്റമേഴ്സിനോടും ഒരു പ്രത്യേക പരിഗണനയില്ല. ഓൺലൈൻ അയക്കുന്നവരോടാണ് എനിക്ക് ശരിക്കും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടത്. കാരണം അവർക്ക് എന്നോടുള്ള വിശ്വാസം ഞാനത് ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് ഇടങ്കോലിടാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട സർവീസ് അവേഴ്സിനെ എടുത്തുകൊണ്ട് അവർക്ക് 2 പേർക്ക് കൊടുക്കുന്നതാണ് ഞാനിവിടെ ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ എന്നോട് തന്നെ എൻ്റെ ഈ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു നീതികേടാണ്. അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് സെയിൽ എന്നുള്ളൊരു സംഗതി എനിക്ക് ചിന്തിക്കാനേ പറ്റാത്തത്. പിന്നെയുണ്ട് കാരണങ്ങൾ. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്നോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കാം നമുക്ക് ഏറ്റവും വിശ്രമം കിട്ടുന്ന ദിവസങ്ങൾ. ചിലപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നമ്മളൊന്ന് കിടക്കാം, ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് ബെല്ലടിക്കുന്നത്. അതോടുകൂടി ആ ഉറക്കം തീർന്നു, ആ റെസ്റ്റും കഴിഞ്ഞു, ആ സമാധാനവും തീർന്നു. വീണ്ടും നമ്മൾ ചെയ്ത ജോലി ചെയ്തിടത്തേക്ക് തന്നെ വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ആദ്യമേ 1-2 പേര് എൻ്റെ 2-3 കസ്റ്റമേഴ്സ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട 2-3 കസ്റ്റമേഴ്സ് ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ഇപ്പോൾ അങ്ങനെ വന്ന് കാണുന്നില്ല. അതിലൊരാൾ ഇടയ്ക്കിടെ എനിക്ക് ഓൺലൈൻ വാങ്ങലാണ്. ഒരുപാട് അടുത്തല്ല, കുറച്ച് ദൂരമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെടിക്ക് ഇഷ്ടമുള്ളവർ 1-2 പേരൊക്കെ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെയും വരുന്നത് ഒരുപാട് ദിവസം വിളിച്ച് ഹാദിയ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരല്ലേ, ഇന്ന് പ്ലാൻസ് എടുത്ത് വയ്ക്കുന്ന ദിവസമാണ്, പിന്നെ വിളിക്കുമ്പോൾ ഇന്ന് വരല്ലേ, ഞാൻ വീട്ടിലില്ല. ഇങ്ങനെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും അവരുടെ വരവ് 2-3 ആഴ്ച കൊണ്ടൊക്കെയാണ് ഒരാൾ വന്ന് പ്ലാന്റ് എടുത്തുകൊണ്ട് പോകാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്ത് വെക്കുന്നില്ല എന്നിരിക്കട്ടെ, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരാളോട് എനിക്ക് അതെടുത്തോളൂ എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. കാരണം അതിനകത്ത് ഏതൊക്കെ പ്ലാൻസാണ് ഓർഡർ ആയിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അത് അന്നേരം ചിലപ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ആൾ അത് എടുക്കുകയാണെന്ന് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഓർഡർ ആയിട്ടിരിക്കുന്ന പ്ലാൻസ് അവസാനം പ്ലാൻസ് എടുത്ത് വയ്ക്കാൻ വരുമ്പോൾ ഇതില്ല, അത് അവർ കൊണ്ടുപോയല്ലോ എന്ന് പറയുന്ന ഒരുപാട് സംഗതികളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. തൃശ്ശൂരിൽ നിന്ന് എന്നോട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഇവരൊന്നും വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും സർവീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് പ്ലാൻസിന് പൈസ ഇട്ടിട്ട് അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലാൻസാണ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ യാതൊരു ഉറപ്പുമില്ല ഇവിടെ ഇരിക്കുന്ന പ്ലാൻസിൻ്റെ ഉടമസ്ഥർ ആരാണെന്നുള്ളത്. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. പിന്നെയുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാൻസിനെ സംബന്ധിച്ചുള്ള കുറച്ച് വിലപേശലുകൾ, അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ നഴ്സറിക്കാരെ പോലെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് കുറേ പ്ലാൻസ് ഒരു ബെഡ് വാരി വെച്ചേരെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച് ഈസി ആയിട്ട് വരുന്നൊരു സംഗതിയല്ല ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ ചെയ്യുന്നത്. നമ്മളവിടെ ചെന്ന് ഓരോരോ പാടങ്ങൾ അലഞ്ഞ് ഓരോന്ന് കണ്ടുപിടിച്ച് വണ്ടിയിലാക്കി ഇവിടെ എത്തിക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമ്മളെടുക്കുന്ന പ്ലാൻസിനും നമ്മുടെ കഷ്ടപ്പാടിനും നമുക്കുണ്ടാകുന്ന ചിലവുകൾക്കും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഓരോ പ്ലാൻസിനും വിലയിടാറുള്ളത്. അപ്പോൾ ആ പ്ലാൻസിൻ്റെ വില എൻ്റെ ഓൺലൈൻ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് ഓക്കെ ആയതുകൊണ്ടാണ് അവരെന്നോട് എല്ലായ്പ്പോഴും പ്ലാൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിലക്കുറവുകൾക്കും മീതെ ഇവിടെ വന്നിട്ട് എന്നോട് നമ്മളിവിടെ വരെ വന്നതല്ലേ, ഇതൊരെണ്ണം അങ്ങനെ തരൂ, ഇങ്ങനെ തരൂ, ഇത്ര രൂപയ്ക്ക് തരൂ, അഡ്ജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന അതിനു വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതും മറ്റൊരു കാരണമാണ്. അപ്പോൾ എന്നോട് വീട്ടിൽ വന്നെടുത്തോട്ടെ, അവിടെ വന്നെടുത്തോട്ടെ, നഴ്സറിയിൽ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് എൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇതിനെ സംബന്ധിച്ചുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്നെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുനിന്നും അതുപോലെ കുറച്ചപ്പുറത്തുനിന്നുമൊക്കെ വന്ന് ഇവിടെ എടുത്തുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് മൂന്നാല് പേരുണ്ട്. അവർക്ക് അവർക്കൊന്നും ഞാനീ പറഞ്ഞതൊന്നും ബാധകമല്ല. അവർ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല, വില പേശിയിട്ടില്ല. അവർക്ക് കാര്യങ്ങളറിയാം. അവർ വേഗം തന്നെ വന്നു എടുത്തു പോകലാണുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാത്ത 1-2 അനുഭവങ്ങൾ കൊണ്ട് നമ്മളിത് പൂർണ്ണമായിട്ടും നിർത്തിയതാണ്. ഇനിയൊരു സംഗതിയുള്ളത് നമ്മുടെ കാർട്ട്, നമ്മുടെ കാറ്റലോഗിൽ പ്ലാൻസിൻ്റെ വില ചിലപ്പോൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരാൾ 50 രൂപയുടെ ഒരു പ്ലാൻസ് എടുത്തു, അതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ 30 രൂപയാണ് അതിന് കാണുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും 50 രൂപ വാങ്ങിയില്ലേ, ഇപ്പോൾ അതിന് 30 രൂപയുള്ളല്ലോ, എൻ്റെ കയ്യിൽ നിന്നും 150 രൂപ വാങ്ങിയല്ലോ, ഇപ്പോൾ 100 രൂപയുള്ളല്ലോ, ഇങ്ങനെയുള്ള ചില ചാറ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ പ്ലാൻസ് വാങ്ങുന്നവർക്കറിയാം, നമ്മുടെ കാറ്റലോഗ് എപ്പോഴും നോക്കുന്നവർക്കറിയാൻ പറ്റും. നമ്മൾ ആദ്യം വിൽക്കുന്ന, അതല്ലെങ്കിൽ നല്ല കുറച്ച് 2-3 ബ്രാഞ്ചസ് കൂടുതലുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒരു പക്ഷേ നമ്മൾ 150 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഈ സെല്ലേഴ്സ് നമുക്ക് തരുന്നത് പലതും പല സൈസിലുള്ള ചെടികളായിരിക്കും. പക്ഷേ അതേ പല സൈസിലുള്ള ചെടികൾ അതേ വിലയിട്ട് 150 രൂപ തന്നെ ഇട്ടിട്ട് ചെറിയൊരു ചെടി എനിക്ക് എൻ്റെ ഒരു കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല. എനിക്ക് കിട്ടിയ വിലയല്ല ഞാൻ പലർക്കും പല ചെടികൾക്കും വില കുറയുമ്പോൾ വില കുറച്ച് ഇട്ട് കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് 150 കൊടുത്തുകൊണ്ട് അതിൽ നിന്നും 1-2 പ്ലാന്റ്സ് കുറച്ച് ബ്രാഞ്ചസ് കുറഞ്ഞതാണ്. ഇത് 150 കൊടുക്കാൻ ഞാനൊരു കണക്ക് കൂട്ടലിടാറുണ്ട്. ഓരോ പ്ലാന്റ്സിനും എൻ്റെ മനസ്സിലൊരു വിലയുണ്ട്. അത് എനിക്ക് സെല്ലേഴ്സ് തന്ന വിലയോട് ചിലപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും ആ ഒരു വില മാത്രമായിരിക്കും ഞാൻ ആ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ടായിരിക്കും 150 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് 100 രൂപയായത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സിന് 150 രൂപ തന്നെയാണ്. അത് 150 തന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ 100 രൂപയ്ക്ക് വില കുറച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിപ്പോൾ 50 രൂപയുടെ പ്ലാന്റ്സ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് 30 രൂപയേ ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ പോയിട്ട് പ്ലാന്റ്സ് എല്ലാം ചെക്ക് ചെയ്യും, ഇനി അത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എന്ന് നോക്കും. അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ കാർട്ട് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഓർഡർ ചെയ്തതിന് ഒരു 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം വന്നിട്ട്, അല്ലെങ്കിൽ പിറ്റേന്ന് വന്നിട്ട് നിങ്ങൾ പറയുകയാണ്, എന്നോട് ഇന്നും പറയുകയുണ്ടായ ഒരാൾ, ഞാൻ വാങ്ങിക്കുമ്പോൾ 50 ആണല്ലോ, എല്ലാത്തിനും ഇപ്പം 30 ഉള്ളല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതി എനിക്കുള്ളത് കൊണ്ടാണത്. ഞാൻ ഓരോ പ്ലാന്റ്സിനും ഓരോ വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് എല്ലാം സൈസെല്ലാം ഒന്ന് തന്നെയായിരിക്കും. അതായത് അതിൻ്റെ പോട്ട് സൈസെല്ലാം ഒന്ന് തന്നെയായിരിക്കും, കവർ സൈസ് ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഞാൻ ചില വിലകളിങ്ങനെ കുറച്ച് കൊണ്ടുവരും. അതങ്ങനെ ഒരു രീതിയാണ്. ഞാൻ മുൻപേ അങ്ങനെ തന്നെയാണ്. ഇനി ഒരു സംഗതിയുള്ളത്, പ്ലാന്റ്സ് ചിലർ മാറ്റി വയ്ക്കാൻ പറയാറുണ്ട്. ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്ന റോസയെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, നമ്മുടെ കുറച്ച് സ്ഥലം അവിടെ ഇങ്ങനെ ഇരിക്കും, പ്ലാന്റ്സ് ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിടത്തായിരിക്കും ചിലപ്പോൾ മാറ്റി വയ്ക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അത് ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ ആ പ്രശ്നം തീരും. പക്ഷേ ഇത് റോസയാണ്. റോസ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 ആഴ്ച, 3 ആഴ്ച അതിനപ്പുറത്തേക്ക് ഇരുന്നാൽ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങും. പിന്നെ കുറച്ച് സമയമെടുക്കും പുതിയ ഇലകളെല്ലാം പൊട്ടിക്കിളിർത്ത് വരാനായിട്ട്. അതായത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് സെറ്റായി കഴിഞ്ഞാൽ അവർക്ക് പുതിയ മുളകളൊക്കെ വേഗം തന്നെ വരും. പക്ഷേ ഈ വരുന്ന മുളകൾ ഈ അയച്ചു കൊടുക്കുന്നതിൻ്റെ സമയത്ത് ഉണ്ടാവത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും ഈ മുളകളെല്ലാം തന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് വാടി കുഴഞ്ഞു പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ, ഈ ചെടിക്ക് ഒരു ഇലയില്ല, അതില്ല, ഇത് ഹെൽത്തിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട്. പിന്നെ മാത്രമല്ല, ചെറിയ ചെടികളാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡൈബാക്ക് അടിച്ച് പോവും. മഴയായാലും ചിലപ്പോൾ വെയിലാണെങ്കിൽ അത് ഉണങ്ങിക്കരിഞ്ഞ് പോവും, നമ്മൾ എത്ര വെള്ളം കൊടുത്ത് വെച്ചിരുന്നാലും. കാരണം ഈ തമിഴ്നാട് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെള്ളമൊഴിച്ച് ഒരു ദിവസം ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പാറക്കല്ല് പോലെ ആവുന്ന മണ്ണാണത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ആ മണ്ണ് സെറ്റാവില്ല. അതിനകത്തിരിക്കുന്ന ചെടി ഒരിക്കലും സെറ്റായി വളരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ മണ്ണിലോട്ട് ഇവരെ റീപ്പോർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ അവരോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയാണത്. അത് പോട്ട് ചെയ്യാതെ അതിൽ തന്നെ വെച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി
ചെയ്തു വരുന്ന കാര്യങ്ങളിൽ ഒരു തടസ്സം കൂടിയാണ് ഇങ്ങനെ മാറ്റി വയ്ക്കൂ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ മാക്സിമം മാറ്റി വയ്ക്കാൻ സാധിക്കും. അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ആഴ്ച അയക്കേണ്ട അടുത്ത ആഴ്ച അയക്കുമെന്ന് പറയാറുണ്ട്. പക്ഷേ അത് വളരെ അത്രയും അത്യാവശ്യമുള്ള സംഗതിയാണെങ്കിൽ മാത്രം. പിന്നെ ഞാൻ പറയും, ചെടിക്ക് ചിലപ്പോൾ ഒരു കോലം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് കിട്ടുമ്പോൾ, അപ്പോൾ ഒന്നും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല നമുക്ക്. ഇതുപോലെ മാറ്റി വെച്ചിട്ട് കുറേ നാൾ മാറ്റി വെച്ചു, ഒരു 3 ആഴ്ചയോളം മാറ്റി വെച്ചു. എന്നിട്ട് പ്ലാന്റ്സ് കിട്ടിയപ്പോൾ എനിക്കില്ലാത്ത കുറ്റങ്ങളുണ്ടായില്ല. ഞാൻ ചെയ്ത കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ, ഇതെന്താണിത്, ചെടിയാണോ ഇതെന്തിനാണ് ഈ കമ്പും കോലും എനിക്ക് അയച്ചത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് മാറുന്നത്. പിന്നെ ഒരു സംഗതിയുള്ളത്, പ്ലാന്റ്സ് മാറ്റി വയ്ക്കാൻ പറയും. നമ്മൾ അയക്കട്ടെ എന്ന് ചോദിക്കും. അപ്പം വേണ്ട, കുറച്ച് 2-3 ദിവസം കഴിഞ്ഞോട്ടെ എന്ന് പറയും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നൊരു 2 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ആദ്യം എനിക്ക് ആ പ്ലാന്റ് വേണ്ട, എനിക്ക് റീഫണ്ട് ചെയ്ത് തരാമോ എന്ന്. ഞാനങ്ങനെ ആദ്യമൊക്കെ പലർക്കും ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെ മറന്നിട്ടുണ്ടായിരുന്നു ഒരു സംഗതി. പക്ഷേ അവർ പ്ലാന്റ്സ് എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പൈസ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, തിരിച്ചു തരാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പം പറഞ്ഞു, പ്ലാന്റ്സ് അല്ല, നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാം. നോക്കുമ്പോൾ അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറിലാണ് പൈസ അയക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അയച്ചിട്ടില്ല എന്ന് എനിക്കും അറിയാം, ക്യാഷ് അല്ല, പ്ലാന്റ്സ് അയച്ചിട്ടില്ല. അപ്പോൾ ശരി, അവർക്ക് നമ്മൾ പിറ്റേന്ന് തന്നെ അവരുടെ പൈസ തിരിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വന്നിട്ട്, എനിക്കറിഞ്ഞുകൂടാ അത് തന്നെയാണോ എന്നുള്ളത്. ഞാനത് ഡിലീറ്റ് ചെയ്യും, ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും. അതാണ് എൻ്റെ ഒരു രീതി. ഫോണിനകത്ത് ഒരുപാട് മെസ്സേജസ് ഞാൻ ഇട്ടേക്കാറില്ല. വന്നിട്ട് വീണ്ടും മാഡം എനിക്ക് ഇതുകൂടി റീഫണ്ട് ചെയ്ത് തരുമോ, ഞാനിത് ഇത്രയും കൂടെ പേ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടന്നിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. ഞാനത് വീണ്ടും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്ത് വേണമെന്ന്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇതെന്താ ഇത്, ഒരു വട്ടം അയച്ചു കൊടുത്തു, വീണ്ടും അയച്ചു കൊടുത്തു, ഇതെന്താ എപ്പോഴും ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു പേയ്മെൻറ്റ് നമുക്ക് വന്നിട്ടില്ല. അവർ പറയുന്നു നമുക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവരോട് സംസാരിച്ചു, ഇത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്ലാൻസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങളെനിക്ക് ഇങ്ങനെ പൈസ അയച്ചിട്ടുള്ളതായിട്ടോ ഒന്നുമില്ല, ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി എന്ന് അന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അത് ചെയ്തില്ല. അതേപോലെ അല്ലെങ്കിലും ഇപ്പോൾ പലരും ഇങ്ങനെ പ്ലാൻസ് മാറ്റി വെച്ചിട്ട് എനിക്ക് പ്ലാൻസ് വേണ്ട എന്ന് പറയുകയാണ്. നമ്മൾ ഇതിൻ്റെ മേലെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഞാനും എൻ്റെ സ്റ്റാഫും കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ പ്ലാൻസ് എല്ലാം എടുത്തു വയ്ക്കുന്ന സമയത്ത് ഇവരുടെ പ്ലാൻസ് എടുത്തു വയ്ക്കും. പിന്നെ അവർക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി ഇപ്പുറത്തോട്ട് വയ്ക്കും. പിന്നെ അവർ പറയുകയാണ് അയക്കാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇവർ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്ലാൻസാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അങ്ങനെ പല പ്ലാൻസും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ പല കസ്റ്റമേഴ്സിനോട് ഇല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കാർട്ടിലിടാം. പക്ഷേ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ, ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ അങ്ങനെ കുറേ നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ റീഫണ്ട് കാര്യങ്ങൾ ഇല്ല. പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ പ്ലാൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴാണോ നിങ്ങൾക്ക് പ്ലാൻസ് വേണ്ടുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി. അല്ലാതെ നമുക്ക് നിങ്ങളുടെ ഈ എന്താ പറയുക, പിള്ളകളി എന്ന് പറയും, അത് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു, അതിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇത് വേണ്ട എനിക്ക് അത് മതി, എനിക്ക് ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോന്നോരോന്ന് മാറ്റുന്നു, അടുത്തത് വയ്ക്കുന്നു. ഇതൊന്നും നമ്മളിപ്പോൾ അനുവദിക്കുന്നില്ല. ഏതായാലും ഇടയ്ക്കിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കരുത് പ്ലാൻസ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച്. ഈ പറഞ്ഞ എല്ലാ സംഗതിയേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന രീതികളെ, നമ്മൾ നിങ്ങളോടുള്ള വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് എനിക്കത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്, അയക്കരുതേ, ഞാനിപ്പോൾ വീട്ടിലില്ല, എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടി വന്നു, ഞാനിപ്പോൾ നാട്ടിലില്ല, ഇതെല്ലാം പറയാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് മെസ്സേജ് ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഓർഡർ ചെയ്യാനുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോസിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് മെസ്സേജ് ഇടുക.
പിന്നെ ഒരു സംഗതി ഉള്ളത്, നിങ്ങൾ കാർട്ടിൽ കുറച്ച് പ്ലാൻസ് ആഡ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇന്നത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കണേ ഹാദിയ എന്ന് പറഞ്ഞിട്ട് ചിലർ പോകാറുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാരണവശാലും മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്കത് കാർട്ടിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ മാറ്റി വെക്കണേന്ന് പറഞ്ഞിട്ട് കാർട്ടിൽ നിന്ന് മാറ്റിയിട്ട് ലാസ്റ്റ് ആ പ്ലാന്റ് മാത്രം അവിടെ ഇരിക്കും. വീണ്ടും നമ്മൾ കാർട്ടിലിട്ടിട്ട് അത് അന്ന് വേണമെന്ന് പറഞ്ഞവരെ ഒന്നും പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാകത്തില്ല. ഇങ്ങനെയെല്ലാം കുറേയധികം കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് ഇതൊന്നും നമുക്കിപ്പോൾ ഇവിടെ അനുവദനീയമല്ല, അതല്ലെങ്കിൽ ഇതൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്നുള്ളത് എനിക്ക് പറയേണ്ടി വരുന്നത്. പിന്നെയുള്ളത്, നമ്മൾ അയച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ട്രാക്ക് ഐ ഡി തരികയുള്ളൂ. കാരണം നമ്മൾ മാനുവലിയാണ് അതും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പേർക്കും ട്രാക്ക് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ആവശ്യമുള്ളവർ, അതും പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് നമുക്ക് ട്രാക്ക് ഐ ഡി കിട്ടുന്നത്. നമ്മുടെ DTDCയുമായിട്ടുള്ള ഡീൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിറ്റേന്ന് രാവിലെ എനിക്കൊന്ന് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് മെസ്സേജ് വന്നതിന് ശേഷം, പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് എനിക്ക് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ട്രാക്ക് ഐ ഡി തരുന്നതായിരിക്കും. പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്ന മെസ്സേജ് ഇടുന്നത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പ്ലാൻസ് പിറ്റേന്നതിൻ്റെ പിറ്റേന്നാണോ നോർമലി കിട്ടാറുള്ളത്. ആ കിട്ടേണ്ട ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് മെസ്സേജായിട്ട് അറിയിക്കുമ്പോൾ മാത്രമാണ് ആ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങളെന്നെ അറിയിക്കുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ട് എനിക്ക് പ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് യാതൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒരേ ഒരു സംഗതി കൊണ്ടാണ്. ഏതാണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോടും സംസാരിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ചാറ്റ് ബോക്സ് എനിക്ക് മെസ്സേജ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ കിട്ടിയിട്ടല്ലാതെ പോകാറില്ല. വൈകിട്ടാണെങ്കിലും ചിലപ്പോൾ 2 ദിവസമൊക്കെ വൈകാറുണ്ട്, ചില തിരക്കുള്ള സമയങ്ങളിൽ മാത്രം, പർച്ചേസൊക്കെ നടക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ. എന്നിരുന്നാലും എല്ലാ പേർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട്, നമുക്കങ്ങനെ ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്. അത് ഒരുപാട് പേര് സന്തോഷമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. കാരണം അവർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം. എന്തെങ്കിലും പ്രശ്നം ആ പ്ലാനിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അവർക്ക് എന്നെ അത് അറിയിക്കാം. അതുപോലെ എന്ത് സംശയങ്ങൾ ചോദിച്ചാലും, ഇപ്പോൾ പിന്നെ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. അതിന് മുന്നേ എല്ലാവരും എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സ് കാര്യങ്ങളും ഡൗട്ട്സൊക്കെ സംസാരിക്കാറുള്ളത്. എന്നിരുന്നാലും ഇപ്പോഴും എന്നോട് വന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നിർത്തി പോയി കഴിഞ്ഞാൽ അത് എൻ്റെ രീതിയല്ല, ഞാനല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകണം എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. എനിക്ക് എല്ലാ പേരോടും സംസാരിച്ചും എല്ലാ പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തും എല്ലാവരെയും മനസ്സിലാക്കിയും ഞാൻ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ വളരെ സങ്കടമുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാൻസ് എല്ലാം കിട്ടി, എനിക്ക് കിട്ടിയെന്ന് ഓക്കെയാണ് ഹാദിയ, സന്തോഷമുണ്ട് എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് ഇടും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ചിലവർ വളരെ ഒരു 99 അല്ല, ഒരു 1%, 99 ബാക്കി ശതമാനം പേർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടത് തന്നെ ആ ഒരു വിഷയം സംസാരിക്കാനാണ്. രാവിലെ നേരം വെളുത്ത് ഞാൻ നോക്കുമ്പോൾ കുറേ ഫോട്ടോസ് കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കും, എന്താണ് ഇനി പുതിയ ഓർഡറാണോ, അതല്ലെങ്കിൽ ഇനി പൂക്കൾ വിരിഞ്ഞതായിരിക്കാം. നോക്കുമ്പോൾ എല്ലാം ഉണങ്ങിയ കമ്പുകളാണ് എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്നത്. എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ ഉണങ്ങിയ കമ്പുകൾ എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്നത്. അപ്പം ഞാൻ ചിന്തിക്കും, ഇവരെല്ലാം പ്ലാൻസ് കിട്ടുമ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് പോയവർ പെട്ടെന്ന് എൻ്റെ ചെടികൾക്ക് കുറച്ച് കുറ്റങ്ങൾ വരും. അത് വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു അതിനകത്ത് ഒരു നീല കുത്തുണ്ടായിരുന്നു, അത് പിടിക്കത്തില്ല എന്ന്. ഈ രീതിയിലുള്ള കാരണങ്ങളാണ് പിന്നീട് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ വളരെ കുറവാണ്. എന്നിരുന്നാലും ചിലരെനിക്ക് സങ്കടം പറയാറുണ്ട്, ആദ്യം എനിക്കെല്ലാം പോയി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇടാറുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഇടുന്നവർക്ക് നമ്മളൊരു സമാശ്വാസം പോലെ എന്തെങ്കിലും പ്ലാൻസൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാറുമുണ്ട്, അങ്ങനെ വിഷമം പറയുന്നവർക്ക്. ഇത് വിഷമം പറയല്ല, ഇത് നമ്മളെ കുറ്റം പറയാനിടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ഒരുപാട് പേര് വിഷമം പറയാറുണ്ട്, ഹാദിയ തന്നതിൽ 4 എണ്ണം തന്നതിൽ 1 എണ്ണം പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത പർച്ചേസ് വരുമ്പോൾ നമ്മളത് ഓർത്ത് വെച്ചിട്ട് 1 എണ്ണം കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ പ്ലാൻസ് പലർക്കും കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് തന്നെ. കാരണം ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നു, പിന്നീട് അത് നോക്കേണ്ടതും വളർത്തേണ്ടതുമായിട്ടുള്ള കടമയും എല്ലാം നിങ്ങളുടെയാണ്. നിങ്ങളെങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ പ്ലാൻസിൽ വിശ്വാസമുണ്ട്. കാരണം ഞാൻ അയച്ചു തരുന്നത് ഞാനൊരു പ്ലാന്റ് വളർത്തുന്ന ആളാണ്. അപ്പോൾ അതിനകത്തൊരു മുള എവിടെ പൊട്ടും എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്ലാൻസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വയ്ക്കാറുള്ളൂ. അപ്പോൾ അത് ചെറുതായിരുന്നാലും അതുപോലെയുള്ള പ്ലാൻസ് മാത്രമേ വയ്ക്കാറുള്ളൂ. ചെറുത് തന്നെ എത്രയോ പേർ നമ്മുടെ ചെറിയ പ്ലാൻസ് വളർത്തിയെടുത്ത് അതിനെ വലുതാക്കിയിട്ട് നമുക്ക് തന്നെ ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്. അപ്പോൾ അത് സന്തോഷമാണ്, എല്ലാം വളരെ സന്തോഷമാണ്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഒരു ഓപ്പണിംഗ് വീഡിയോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ച 1-2 പേര് എനിക്ക് പ്ലാൻസ് ഒടിഞ്ഞാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുകയുണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ ഓപ്പണിംഗ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റീപ്ലേസ്മെൻറ്റ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഒരു പോളിസി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം ഒരു ഓപ്പണിംഗ് വീഡിയോ ഒന്നും ഞാൻ ചോദിക്കേണ്ടതായിട്ടുള്ളൊരു സംഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം അത് ഒടിഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പർച്ചേസിൽ നമ്മൾ ഓക്കെയാണ്. നമുക്ക് 80 രൂപ വരെയുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം അല്ല 2 എണ്ണം വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. 80-ന് മേളിലോട്ടുള്ള സംഗതികൾക്ക് നമുക്ക് കുറച്ച് പോളിസി കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുന്നേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒടിഞ്ഞു വന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഇതുവരെ നമ്മൾ സോൾവ് ചെയ്തേ വിട്ടിട്ടുള്ളൂ, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ പ്ലാൻസ് ഉണങ്ങിപ്പോയതിൻ്റെ, നല്ല പ്ലാൻസ് കിട്ടിയിട്ട് ഉണങ്ങിപ്പോയതിൻ്റെ കഥയൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ നമുക്കതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് അല്ലാത്ത രീതിയിൽ ഈ അടുത്ത സമയത്തായിട്ട് ഒരാളെനിക്ക് പ്ലാൻസ് നിങ്ങൾ അയച്ചിട്ടില്ല, ഈ ഒടിഞ്ഞു കിടക്കുന്നത് ഈ പ്ലാൻസിൻ്റെ തന്നെ കൊമ്പാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. എനിക്ക് ശരിക്കും ഇതിനൊന്നും മറുപടി പറയാൻ പോലും താല്പര്യമില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അവർക്ക് അയച്ചു കൊടുത്ത ചെടിയാണ് ഞാൻ അന്നേ ദിവസം ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെയാണ് പ്ലാൻസ് അയക്കുന്നത് എന്ന് പറഞ്ഞ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് ആ പ്ലാന്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പ്ലാന്റ്സിൻ്റെ പാക്കറ്റ് ഫുൾ അഴിച്ചു നോക്കൂ, അതിനകത്ത് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കവറുണ്ടാവും. അപ്പോൾ 3 കവറുണ്ടാവും, 3 പ്ലാന്റ്സാണ് അയച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളിൽ നമുക്ക് എന്ത് വേണം? ഓപ്പണിംഗ് വീഡിയോ വേണം. ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്ലാന്റ് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ പക്ഷേ ഈ സംഗതി അയക്കാത്തതായിരുന്നില്ല, അത് അയച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോകണ്ട. അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുന്നൊരു സംഗതി ഇനി നമുക്ക് വേണം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലാൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുക. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കത് അയക്കണ്ട. വെറുതെ അയച്ചിട്ടിട്ട് നമുക്കത് നോക്കിയിരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അത് നമ്മുടെ സർവീസ് അവേഴ്സാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെനിക്ക് വീഡിയോ ഇടുക. ആ വീഡിയോയിൽ എനിക്കത് കാണാൻ പറ്റണം ഇതെന്ന വിഷയമാണെന്നുള്ളത്. അപ്പോൾ അത് ജെന്യുവൻ ആയിരിക്കണം, എഡിറ്റഡ് ആയിരിക്കരുത്, ഒരൊറ്റ ഷോട്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, പ്ലാൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ എനിക്ക് നിങ്ങൾ അയക്കരുത്. നിങ്ങൾ സൂക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം എന്നുള്ളതല്ലാതെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ എനിക്ക് ഓപ്പണിംഗ് വീഡിയോയുടെ കൂടെ ആവശ്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വന്നു, ഞാൻ പ്ലാൻസ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അത് എനിക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഈ 2.5 വർഷം കൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ആരുടെയും ഓപ്പണിംഗ് വീഡിയോ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. കാരണം എല്ലാ പ്ലാൻസിൻ്റെ വിഷയങ്ങളും പാക്കറ്റ് വിഷയങ്ങളും DTDCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അതിപ്പോൾ ഡൈബാക്ക് വന്നെന്ന് പറഞ്ഞിട്ടോ പാക്കറ്റിലിരുന്ന് ചെടി കരിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായതൊക്കെയും ഒന്നുകിൽ അവിടെ വന്നിട്ടുണ്ടായ വിഷയങ്ങളോ അതല്ലെങ്കിൽ DTDC മിസ്റൂട്ടായി പോയിട്ടുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോളിസിയെക്കുറിച്ച് സംസാരിക്കാം. നമുക്കിപ്പോൾ പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ 80 രൂപ വരെയുള്ള പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പർച്ചേസിൽ ആ പ്ലാന്റ് അവൈലബിൾ ആണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്ലാന്റ് അതേ റേറ്റിലുള്ളത് നിങ്ങൾക്ക് നമ്മൾ വെച്ച് തരും. അത് ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. പക്ഷേ 80-ന് മുകളിലോട്ട് ഉള്ള പ്ലാൻസ് ഏതെങ്കിലും DTDCയുടെ പാക്കറ്റിലിരുന്ന് എങ്ങനെയോ നശിച്ചോ അതല്ലെങ്കിൽ ഒടിഞ്ഞോ ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകിൽ അത് നോക്കുക, പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക.
അതല്ല അത് നിങ്ങൾക്ക് നശിച്ചു പോയി എന്നുണ്ടെങ്കിൽ അടുത്ത പർച്ചേസിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പകുതി പേയ്മെൻറ്റ് ചെയ്യുകയും വേണം. കാരണം ഇത് DTDC ആണ് ഇടയ്ക്കുള്ളത്. ഈ DTDC എൻ്റെ സ്വന്തം സ്ഥാപനമല്ല. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരാം, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനത് ഫുള്ളി ഏറ്റെടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. DTDC കോമൺ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന നഷ്ടങ്ങൾക്ക് ഞാനത് സഹിച്ചാൽ ഞാൻ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ ഞാനിപ്പോൾ ഒരു 200 രൂപയുടെ ഒരു പ്ലാന്റ് അയക്കുകയാണ്. ഈ 200 രൂപയുടെ പ്ലാന്റ് വീണ്ടും ഞാൻ അയച്ചു തരാം എന്ന് പറയാൻ തക്കതായിട്ടുള്ള ലാഭങ്ങളൊന്നും ഞാൻ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 100 രൂപ നിങ്ങളിടുക, 100 രൂപ ഞാനും ഇടും. അങ്ങനെയാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ചില സംഗതികൾ വരുമ്പോൾ ചില പ്ലാന്റ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ വലിയ വലിയ പ്ലാന്റ്സ്, 14 ഇഞ്ച് പ്ലാന്റ്സ്, ഇതൊക്കെ വരുമ്പോൾ ഇതുവരെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഇതേപോലത്തുള്ള 50-50 ആണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ്. കാരണം അങ്ങനെയാണ്, അതാണ് അതിൻ്റെ നീതി, അതാണ് ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും ആർക്കും ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ സംഗതിയാണ്. ആരും സങ്കടപ്പെട്ട്, നമുക്ക് റീപ്ലേസ്മെൻറ്റ് കൊണ്ടൊന്നും സങ്കടപ്പെട്ട് ആരും പോയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. വിരലിലെണ്ണാവുന്ന സംഗതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം DTDCയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതെല്ലാം നമ്മൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും വീഡിയോയുമായി വരാം. ഇപ്പോൾ തന്നെ കുറേ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം പോലെ സൗകര്യം പോലെ ഇത് മുഴുവനായി കേൾക്കുക. എല്ലാവരും കേൾക്കേണ്ട സംഗതിയാണ്. പുതുതായി വന്നവർക്കൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവർ നമ്മുടെ കാർട്ടിലൊന്ന് നോക്കുക. കുറച്ച് ഓഫർ പ്ലാൻസ് കൂടി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 80 രൂപയുടെയും 50 രൂപയുടെയും 50ൻ്റെയും ഒക്കെ പ്ലാൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ഇനി ഇതുപോലൊരു വീഡിയോ ചെയ്യാനൊരു സമയ സൗകര്യം ഉണ്ടാകത്തില്ല എന്നുള്ളത് കൊണ്ട് പറയാനുള്ളതെല്ലാം പറയുകയാണ് ഉണ്ടായത്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെ വന്ന് ചേർന്നിട്ടുള്ള, ഇതുവരെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെല്ലാവരും ഒന്നായിട്ട് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി, സന്തോഷം, സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഹാപ്പി ആയിരിക്കുക. എല്ലാവരുടെയും പൂക്കളും ചെടികളും എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, ഹാദിയ.